ചില കാര്യങ്ങൾ പറയേണ്ട സമയത്തു തന്നെ പറയണം. ഇടതുപക്ഷമാണ് എന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത്. നാഴികക്ക് 40 വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന അയാളെപ്പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുത്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമൊക്കെ കാരണക്കാരിയും ഇടതുപക്ഷ സഹയാത്രികയുമായ ദീപാ നിശാന്ത് മുകേഷിനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ വളരെ നീണ്ട ഒരു കുറിപ്പിന്റെ അവസാന ഭാഗമാണിത്. സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല, ആദ്യ ഭാര്യ സരിതയെയും മുകേഷ് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകയായിരിക്കെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് സരിത നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപാ നിശാന്ത് മുകേഷിനെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പോലും മുകേഷിനെ പിന്തുണയ്ക്കുമ്പോഴാണ് സ്വന്തം പാളയത്തിലെ പെൺപട തന്നെ മുകേഷിനെതിരെ കലാപം തുടരുന്നത്. CPI നേതാവ് ആനി രാജയും മുകേഷ് രാജിവെക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ. ഏറ്റവും ഒടുവിലായി സാമൂഹിക സാംസ്കാരിക രംഗത്തെ 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ചേർന്ന് മുകേഷിനെതിരായ പടനീക്കം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന മുകേഷ് MLA രാജിവെക്കണമെന്നും സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ സംയുക്ത പ്രസ്താവന. സാറ ജോസഫ്, കെ അജിത, ഏലിയാമ്മ വിജയൻ, KR മീര, മേഴ്സി അലക്സാണ്ടർ, ഡോക്ടർ രേഖ രാജ്, VP സുഹറ, ഡോക്ടർ സോണിയ ജോർജ്, വിജി പെൺകുട്ട്, ഡോക്ടർ CS ചന്ദ്രിക, ഡോക്ടർ KG താര, ബിനിത തമ്പി, ഡോക്ടർ AK ജയശ്രീ, KA ബീന തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള 100 പേരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ വലിയ സ്ത്രീ പീഡകന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വിരാജിക്കുമ്പോഴും തീവ്രത കുറഞ്ഞ പീഡനമേ നടത്തിയിട്ടുള്ളൂ എന്ന് സഖാക്കളുടെ അന്വേഷണ കമ്മിറ്റി തന്നെ ബഹുമതി നൽകിയ മറ്റൊരാൾ ഉന്നത പദവികളിൽ ഇപ്പോഴും അർമാദിക്കുമ്പോഴും പ്രതികരിക്കാൻ ധൈര്യമില്ലാതിരുന്ന സ്ത്രീകളാണ് ഇപ്പോൾ സിനിമാ താരം കൂടിയായ മുകേഷിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരം. സിനിമാ താരങ്ങളാകുമ്പോൾ അവർക്കെതിരെ ഉയരുന്നത് തീവ്രത കൂടിയ ലൈംഗിക ആരോപണങ്ങളും CPM-ലെ ഉന്നതർക്കെതിരെയാകുമ്പോൾ അവർക്കെതിരെ ഉയരുന്നത് തീവ്രത കുറഞ്ഞ ആരോപണങ്ങളുമാകുമോ എന്നാണ് ചോദിക്കാനുള്ളത്. ഏതായാലും ആ 100 അംഗ പെൺപടയുടെ സംയുക്ത പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സിനിമാ നടനും കൊല്ലം MLA-യുമായ മുകേഷ് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണ്. ഇപ്പോൾ തന്നെ 3 സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിന്റെ പേരിലുണ്ട്. നിയമനിർമ്മാണ സഭയിലെ അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ളൊരു പദവിയാണ് MLA സ്ഥാനം. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ നേരിടുന്നയാളെ സർക്കാർ വീണ്ടും സിനിമാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളെ അവഹേളിക്കലാണ്. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് MLA സ്ഥാനം സ്വയം രാജിവെക്കേണ്ടതാണ്. അദ്ദേഹം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും സിനിമാ കോൺക്ലേവിന്റെ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യണം. അല്ലാത്തപക്ഷം MLA മുകേഷിന് കേരളത്തിലെ സ്ത്രീകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയുമാണ് ഇവരുടെ പ്രസ്താവന. തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ നേരത്തെ വൻതുക ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചവരായിരുന്നുവെന്ന് മുകേഷ് വിശദീകരിച്ചിട്ടും അതിനുള്ള തെളിവുകൾ തന്നെ കൈവശമുണ്ടെന്ന് പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാതെയാണ് പെൺകൂട്ടത്തിന്റെ കലാപം. ഇനിയും മുകേഷിനെ പിടിച്ചു നിൽക്കാനാകുമോ? രഞ്ജിത്തിനെ ഒടുവിൽ കൈവിടേണ്ടി വന്ന CPM-ന് മുകേഷിനെയും കൈവിടേണ്ടി വരുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.